ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ തിരുവനന്തപുരം പാറക്കോവിലാണ്, തിരുമലയ്ക്കടുത്തുള്ള പാറക്കോവിലാണ് ഞങ്ങൾ നിന്ന് വീഡിയോ എടുക്കണേ. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തൊഴാൻ വന്നു, എന്നിട്ട് തിരിച്ചിറങ്ങി, എന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇതാണ് പടി, അമ്പലത്തിലേക്ക് കയറാനുള്ള പടി. അവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഗണപതിയുടെയും ശ്രീകൃഷ്ണൻ്റെയാണ്, പുറത്ത് വനശാസ്താവിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളും കാണാം. കണ്ടോ എത്ര ഉയരത്തിലാണ് ഈ അമ്പലം. ഇത് ഏകദേശം ഒരു 5000 വർഷം 5000-ഓളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. അപ്പോൾ ഇവിടെ വലിയൊരു പാറയാണ്, വലിയ പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 95 പടിയോളം വരും നമ്മൾ ആ താഴെ നിന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് മുകളിൽ കയറി വരാനായിട്ട്. ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ പുറത്തു നിന്ന് ചുറ്റും നിന്നാലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു വലിയ കുഴി പോലെയാണ് തോന്നുന്നത് ഒരു സൈഡിൽ, അവിടെ നിന്ന് നോക്കുമ്പോൾ പേടിയാവും. പണ്ട് കാലത്ത് ഇത് കല്ല് മാത്രമായിരുന്നു, ഈ പടികളെല്ലാം കല്ലുകളായിരുന്നു. പിന്നീടാണ് ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്തത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പേര് എന്ന് പറയുന്നത് ശ്രീചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് പാറയുടെ അവിടെയൊക്കെ വിശ്രമിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ട്, സൗകര്യമുണ്ട്. അടുത്ത വീടുകളൊക്കെ ഉണ്ട്, ഇത് താഴോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി അങ്ങ് ഇരുന്നതാണ്. തളർന്നു പോയി അങ്ങോട്ട് കയറിയപ്പോഴേക്കും ശ്വാസം നിന്ന് പോകും പോലെ തോന്നി. കാരണം ഞാനധികം എന്നും വന്നാൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ എക്സസൈസ് അധികം ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതാണ് പാറ, ഇതിൻ്റെ മുകളിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു നല്ലതുപോലെ. കാരണം നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി തന്നെ അമ്പലത്തിൽ എത്തുമ്പോൾ തന്നെ ദൈവത്തിനെ നല്ലതായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കിട്ടും. സത്യമാണിത് പറയണത്, അനുഭവമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിൽ വന്ന് തൊഴണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കും. അത്രയ്ക്ക് നല്ലൊരു ക്ഷേത്രമാണ്, നല്ല ഒരു സ്ഥലമാണ്. മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഓടി വന്ന് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി, ഒത്തിരി ബുദ്ധിമുട്ടി കയറിയാലും നമുക്ക് ആ മോളിൽ ചെന്ന് ഒന്ന് ഇരിക്കുമ്പോൾ എന്താ ഒരു ആശ്വാസം, എന്താ ഫീലെന്നറിയോ. അത് നമുക്ക് വളരെയേറെ മനസ്സിന് കുളിർമ നമുക്ക് തരും. നമ്മളൊരിക്കലും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം, നമുക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറന്നിട്ട് സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ഭഗവാന്റെ സാമീപ്യം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെയേറെ സന്തോഷം ലഭിക്കും. അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിലേക്ക് വരിക. അപ്പോൾ ഞങ്ങളിങ്ങ് താഴെ ഇറങ്ങി. പിന്നെ ഇതാണ് ഇവിടുത്തെ റോഡ്. ഇത് ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള പ്രധാന, അതായത് സ്റ്റെപ്പുകളെല്ലാം. ഇത് ഏകദേശം 95ഓളം സ്റ്റെപ്പുകളുണ്ട്. ഇതാണ് ഈ ആ പാറ. ഈ പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കേ.